ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏതാനും വർഷം മുമ്പ് ഗൾഫ് രാജ്യത്ത് എവിടെയോ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നത് ഓർക്കുകയാണ്. 40 വയസ്സ് തോന്നിക്കുന്ന വളരെ സുമുഖനായ നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന് ഏതാനും നാളുകളായിട്ട് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോഴൊക്കെ വയലൻ്റായിട്ട് പെരുമാറുന്നു. അപ്പോൾ കൂടെയുള്ളവർ ചിന്തിച്ചു, എന്തോ മാനസികമായ അസ്വസ്ഥതയുണ്ട്, ചികിത്സ എടുക്കണം. വീട്ടുകാരെ അറിയിച്ചു. അങ്ങനെ നാട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ ആ വ്യക്തിയുടെ സഹോദരങ്ങളിൽ ഒരാൾക്ക് ഇതേപ്പറ്റി വ്യത്യസ്തമായൊരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ഇതൊരു മാനസിക രോഗത്തിൻ്റെ അവസ്ഥയല്ല, മറിച്ച് എന്തോ ഒരു ആത്മീയമായ ബന്ധനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. മറ്റു കുടുംബാംഗങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും ഈ ഒരു വ്യക്തിയുടെ നിർബന്ധപ്രകാരം, താല്പര്യപ്രകാരം അവർ ഈ മനുഷ്യനെ കൊണ്ട് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായി കുടുംബാംഗങ്ങളിൽ നിന്നും ഈ വ്യക്തി ഗൾഫ് രാജ്യത്ത് തൻ്റെതായ ജോലിയൊക്കെ ആയിട്ട് നീങ്ങുന്നതിനിടയിലും നവീകരണ ശുശ്രൂഷയിൽ വളരെ താല്പര്യപ്പെട്ട് നീങ്ങുന്നൊരു വ്യക്തിയായിരുന്നു. ധ്യാനങ്ങൾ നേരത്തെ കൂടി ആത്മീയ അനുഭവത്തിലോട്ട് വന്നു. പിന്നീട് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ആദ്യം ക്രമീകരിക്കാനായിട്ട് തുടങ്ങി. നല്ല ധ്യാന ടീമുകളെ വിളിച്ചു വരുത്തി അദ്ദേഹമായിരിക്കുന്ന ദേശത്തുള്ള സഹോദരങ്ങൾക്ക് ശുശ്രൂഷകളുടെ നവീകരണ ധ്യാന അവസരങ്ങൾ ക്രമീകരിച്ചു. അതിന് നേതൃത്വം കൊടുത്തു. പ്രാർത്ഥിക്കാനായിട്ട് നേതൃത്വം കൊടുത്തു. ബന്ധിച്ചുമൊക്കെ പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ അദ്ദേഹം വളരെ കരുത്തോടെ ഉപയോഗപ്പെടുത്തി. അങ്ങനെ നീങ്ങി വർഷങ്ങൾ അങ്ങനെ ഒരു ശുശ്രൂഷ തലത്തിൽ സജീവമായിട്ട് തൻ്റെ ജോലികൾക്ക് പുറമെ അദ്ദേഹം നീങ്ങിയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ വെച്ച് ഞാൻ കുറേ സംസാരിച്ചു. എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളെ ഇരുത്തി കുറച്ച് വ്യക്തിപരമായ ഷെയറിങ്ങിലൂടെ, ഗിഫ്റ്റ് കൗൺസിലിങ്ങിലൂടെ അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് പരിശ്രമിച്ചു. അപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം നവീകരണ ശുശ്രൂഷയിൽ ആഴപ്പെട്ട് പോകുന്ന വ്യക്തിയായിരുന്നുവെങ്കിലും വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാറില്ലായിരുന്നു. വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാറില്ല. അങ്ങനെ നടന്നുകൊണ്ട് ഈ നവീകരണ ശുശ്രൂഷയ്ക്ക് ഇവിടെ നേതൃത്വം കൊടുത്തു, ബന്ധിച്ച് പ്രാർത്ഥിക്കുകയും കൈവച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തെ ഒന്ന് കുമ്പസാരിപ്പിക്കാനായിട്ട് സാധിക്കുമോ എന്ന് നോക്കി. പിന്നെ ആ രീതിയിലായി ഞങ്ങൾ സഹായിക്കാനുള്ള ശ്രമം. ഞാൻ ഈ സഹോദരങ്ങളുടെ പക്കൽ അദ്ദേഹത്തെ ഇരുത്തിയിട്ട്, അന്നൊരു ശുശ്രൂഷയുടെ ദിവസമാണ് പള്ളിയിൽ, ഞാൻ കുമ്പസാരക്കൂട്ടിലിരുന്ന് മറ്റുള്ളവരെ കുമ്പസാരിപ്പിച്ചിരിക്കുമ്പം പുറത്ത് പള്ളിമുറ്റത്ത് ഒരു ബഹളം കേട്ടു. ഒന്നിൻ്റെ ശുശ്രൂഷ ഓടി വന്ന് പറഞ്ഞു, അച്ഛാ പെട്ടെന്ന് പുറത്തേക്കൊന്ന് വരണം. ആ മനുഷ്യൻ വയലൻ്റായി ഇറങ്ങി പള്ളിമുറ്റത്ത് ഓടുകയാണ്. പിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുമ്പസാരം പൂർത്തിയായപ്പോൾ ഞാൻ വേഗം എണീറ്റ് പുറത്ത് മുറ്റത്തോട്ട് വന്നു. അപ്പോഴേക്ക് ഇവർ കുടുംബാംഗങ്ങളെല്ലാവരും ശുശ്രൂഷരും കൂടി ഇങ്ങനെ ബലമായിട്ട് പിടിച്ച് ബലമായിട്ട് കൊണ്ടുവന്ന് എൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നു. പള്ളിമുറ്റത്ത് വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ മേൽ ശിരസ്സിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിച്ചു. പ്രാർത്ഥിക്കാൻ നോക്കുമ്പം എന്നേക്കാളും ആരോഗ്യവും പൊക്കമുള്ള മനുഷ്യൻ അതായത് പിടിച്ചിരിക്കുന്ന ആൾക്കാരുടെ കൈ വിടുവിച്ചിട്ട് തൻ്റെ കൈയെടുത്ത് എൻ്റെ തലയെ വെച്ച് പ്രാർത്ഥിക്കാൻ ഇങ്ങോട്ട് നോക്കുകയാണ്. ബലമായിട്ട് അവർ കൈ മാറ്റി പിടിച്ച് അങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കാൻ നോക്കി, തിന്മയെ ശാസിച്ചും ഒക്കെ. അതിനിടയിൽ വീണ്ടും ഈ മനുഷ്യൻ തൻ്റെ കൈ വിടുവിച്ചിട്ട് എൻ്റെ താടിയിൽ കയറി വലിച്ചു. ഒറ്റ വലി, ഒരു ഭാഗം താടി അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്നു. ഇത്രയും കണ്ടപ്പോഴേക്കും വീട്ടുകാർ പെട്ടെന്ന് അദ്ദേഹത്തെ ബലമായിട്ട് കീഴ്പ്പെടുത്തി. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. പിന്നെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്ന്. സഹായിക്കാനായിട്ട് സാധിച്ചില്ല. എൻ്റെ മനസ്സിൽ പലപ്പോഴും നൊമ്പരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റവും ചിത്രവും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതുപോലത്തെ ഒരു സഹായം സ്വീകരിക്കാൻ മേലാത്തതുപോലെ ആക്കിയത് കുമ്പസാരം എന്ന കൂദാശ ഒഴിവാക്കിക്കൊണ്ട് ശുശ്രൂഷാ മേഖലകളിൽ വ്യാപരിക്കുക വഴിയായിട്ടാണ്. ശുശ്രൂഷയുടെ അനേക കാര്യങ്ങളിൽ അദ്ദേഹം ഇറങ്ങി പ്രവർത്തിച്ചു. തിന്മയെ ബഹിഷ്കരിച്ചൊക്കെ പ്രാർത്ഥിച്ചു, നേതൃത്വം കൊടുത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ തൻ്റെ ഉള്ള പാപത്തിൻ്റേതായ ആ ഒരു അവസ്ഥയിൽ നിന്നും ശുദ്ധീകരിക്കുന്നതിൽ അദ്ദേഹം വല്ലാണ്ട് വീഴ്ച വരുത്തി.
പാപത്തിൽ കഠിനപ്പെട്ട് ആ വ്യക്തി പിശാചുക്കളെ ബഹിഷ്കരിക്കാനും കൂടി ഇറങ്ങിയപ്പോഴേക്കും കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥന ആധികാരികമായ പ്രാർത്ഥന രീതിയാണ്. അത് സഭയിൽ അധികാരമുള്ള വ്യക്തികൾ അവരുടെ അധികാരത്തിന് കീഴിലുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ട കാര്യമാണ്. മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ അധികാരമുള്ളത് കൊണ്ട് കൈവച്ച് പ്രാർത്ഥിക്കാം. ഗുരുബോധർക്ക് നിങ്ങളുടെ ശിഷ്യരുടെ മേൽ അങ്ങനത്തെ അധികാരമുണ്ട്. അധികാരത്തിന് പുറത്തുള്ള വ്യക്തികൾക്ക് വേണ്ടി അധികാരമില്ലാത്തവർ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ അത് ഗൗരവതരമായ ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഉള്ളവും പ്രാർത്ഥന സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഉള്ളവും കൂടെ വളരെ ആധികാരികമായി തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുകയാണ്. അപ്പോൾ ആ ഉള്ളത്തിൻ്റെ കരുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബലാബലം വരുന്നൊരു അവസരവും കൂടിയാണത്. അപ്പോൾ ഈ പറഞ്ഞ മനുഷ്യൻ തൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ബലം ശക്തി നിറച്ച് എടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ട് തിന്മയുള്ള ആൾക്കാർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവസരങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തയ്യാറായപ്പോൾ പല അവസരത്തിൽ ഏതോ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ച വ്യക്തിയിലുണ്ടായിരുന്ന തിന്മ തിരിച്ചിങ്ങോട്ട് കയറുന്ന അനുഭവം ഉണ്ടായി. വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ തിരുവചനം, അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യൂദാസ് കറിയാത്തയിലാണ് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് അറിയാം. അന്ത്യത്താഴ വേളയിൽ ഈശോ അപ്പം വാഴ്ത്തി കുർബാന സ്ഥാപിച്ച ആ താഴവേളയിൽ സംബന്ധിക്കുന്ന അപ്പസ്വരന്മാർ, ആ കൂട്ടത്തിൽ യൂദാസ് കറിയാത്തയുണ്ട്. ആരാണ് ഒറ്റിക്കൊടുക്കാനിരിക്കുന്നത്, അതേപ്പറ്റിയുള്ള ഈശോയുടെ കടന്നു പോകലിനെ പറ്റി സൂചന കേട്ട് കഴിയുമ്പം അതെങ്ങനെ സംഭവിക്കും, ആരാണതിന് ഒരു ഒറ്റിക്കൊടുക്കാനായിട്ട് ഇടവരിക, ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ വന്നു കഴിയുമ്പം ഈശോ അടയാളമായിട്ട് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ അപ്പം സ്വീകരിക്കുന്ന വ്യക്തി, അത് യോഹന്നാന് സ്വകാര്യമായിട്ട് കൊടുക്കുന്ന അടയാളമാണെന്ന് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ കയ്യിൽ സ്വീകരിക്കുന്ന ആ അപ്പം ഈശോ വാഴ്ത്തിയ തൻ്റെ ശരീരമാകുന്ന കുർബാനയാകുന്ന അപ്പമാണോ, അതോ യഹൂദരുടെ പെസഹ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വെച്ചിരുന്ന അപ്പകഷ്ണമാണോ എന്നതിനെപ്പറ്റിയൊക്കെ അഭിപ്രായ അന്തരങ്ങൾ ഉണ്ട്. എങ്കിലും അന്ത്യത്താഴ വേളയിൽ ഈശോയുടെ കയ്യിൽ നിന്നും അപ്പം വാങ്ങി ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു അപ്പത്തിൻ്റെ വിഷയമല്ല, വെറുതെ ഒരു ഭക്ഷിക്കേണ്ട വിഷയമല്ല. ഈശോയുടെ കയ്യിൽ നിന്നുമാണ് അപ്പം വാങ്ങിക്കുക. കുർബാന സ്ഥാപിച്ച ആ താഴവേളയായതുകൊണ്ട് അത് കുർബാന തന്നെയാണ്, ഈശോയുടെ ശരീരം തന്നെയാണ് സ്വീകരിച്ചതെന്ന് വാദിക്കുന്ന ചിന്തിക്കുന്ന പിതാക്കന്മാർ അനേകരുണ്ട്. പക്ഷെ ഇവിടെ വചനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവന് പ്രവേശിച്ചു. അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ആ നടന്ന കാര്യം രേഖപ്പെടുത്തി ഇതുപോലെ വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് അനുവദിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈശോയുടെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിക്കുന്ന ഒരു വ്യക്തിയിൽ സാത്താൻ പ്രവേശിച്ചു. അവിടെ തന്നെ സാത്താൻ പ്രവേശിക്കുക എന്ന് പറയുന്ന ഒരുപാട് പൈശാചിക പ്രവർത്തനങ്ങൾ ഇടപെടലുകളിൽ പറയാറുള്ള കാര്യമല്ല. പിശാചുക്കൾ, അശുദ്ധാത്മാക്കൾ, ദുരാത്മാക്കളാണ് പ്രവേശിക്കുക. ഈശോ ദുരാത്മാക്കളെ, പിശാചുക്കളെയാണ് പുറത്താക്കുന്നത്. പിശാചുക്കളുടെ തലവനാണ് സാത്താൻ. ആ സാത്താൻ തന്നെ നേരിട്ട് കയറുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതും വളരെ സാധാരണമല്ലാത്തതുമായൊരു കാര്യമാണ്. അപ്പം സാത്താൻ തന്നെ യൂദാസ് പ്രവേശിച്ചെന്ന് പറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഉടനീളം നോക്കിയാൽ പിശാചുക്കൾ ഒരു വ്യക്തിയിൽ ആവസിക്കുന്നതായിട്ട് പറയുന്ന രംഗങ്ങൾ വിരലിലെണ്ണാൻ മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിൽ സാമൂലിൻ്റെ 1-ാം പുസ്തകത്തിൽ 15-16 അധ്യായങ്ങളൊക്കെ വരുമ്പം സാവൂൾ രാജാവ് തമ്പുരാൻ്റെ വചനം തിരസ്കരിച്ച് നീങ്ങുമ്പോൾ ദാവീദിനെ സാമൂൽ പ്രവാചകൻ രാജാവായിട്ട് രഹസ്യമായിട്ട് ബത്ലഹേമിൽ അഭിഷേകം ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മാവ് ദാവീദിൽ ആവസിച്ചു, സാവൂളിനെ വിട്ടുപോയി. അപ്പോൾ ഒരു ദുരാത്മാവ് വന്ന് സാവൂളിനെ പീഡിപ്പിച്ചു. സാവൂളിൽ ആവസിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു ദുരാത്മാവ് വന്ന് സാവൂളിൽ ആവസിക്കുകയാണ് എന്ന് അവിടെ പറയുന്ന ഒരു പ്രത്യേക പരാമർശം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവം അയച്ച ഒരു ദുരാത്മാവ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദൈവം അയച്ച ദുരാത്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവം ഒരു ദുരാത്മാവിനെയും അയക്കുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അന്ന് ആ വചനം രേഖപ്പെടുത്തിയ വ്യക്തികൾ അങ്ങനെ എഴുതാൻ കാരണം നമുക്കറിയാം, പഴയ നിയമത്തിലൂടെ വെളിപാടുകൾ പ്രവാചകന്മാരിലൂടെ ക്രമാനുഗതമായി
വെളിപ്പെട്ട് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി വന്ന് അതിൻ്റെ പൂർണ്ണത ഈശോയിലാണ് വരിക. ഹെബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ കാലാകാലങ്ങളിൽ അനേക പ്രവാചകന്മാരോട് ദൈവം സംസാരിച്ചു. ഈ അവസാന നാളുകളിലാട്ടെ യേശു ക്രിസ്തു വഴി സംസാരിച്ചു. വെളിപാടിൻ്റെ പൂർണ്ണത ഈശോയിലാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിലാണ് നമ്മൾ വെളിപാടുകളുടെ മുഴുവൻ പൂർണ്ണത കാണുക. പഴയ നിയമത്തിൽ നമ്മൾ ദൈവത്തെപ്പറ്റിയുള്ള വെളിപാടിൻ്റെ പൂർണ്ണതയും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയ പ്രത്യേക ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള വെളിപ്പെടുത്തൽ ഈശോയിലൂടെയാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. അത് പുതിയ നിയമത്തിലാണ്. പഴയ നിയമത്തിലെ പിതാവിനെ പറ്റി ഒരുപാട് പരാമർശനമുണ്ട്, പരിശുദ്ധാത്മാവിനെ പറ്റി പരാമർശനമുണ്ട്, വചനത്തെപ്പറ്റി പരാമർശനമുണ്ട്. പക്ഷേ ഇങ്ങനെ 3 വ്യക്തികളുള്ള ഏകദൈവം എന്ന വ്യക്തത പുതിയ നിയമത്തിൽ ഈശോയുടെ അധരങ്ങളിൽ നിന്ന് വേണം നമുക്ക് ലഭിക്കുക. അപ്പോൾ ദൈവത്തെപ്പറ്റിയുള്ള ആശയം പഴയ നിയമ കാലഘട്ടത്തിൽ ക്രമാനുഗതമായി വന്ന് പുതിയ നിയമത്തിൽ പൂർത്തിയായിരിക്കുന്നവർ തന്നെ പൈശാചിക തലത്തെപ്പറ്റിയുള്ള ആശയങ്ങളും പഴയ നിയമ കാലഘട്ടത്തിൽ അപൂർണമാണ്. അത് ക്രമാനുഗതമായിട്ടാണ് വളർന്നു വരിക. അത് ഈശോയിലാണ് ആ വെളിപ്പെടൽ പൂർണ്ണമാകുന്നത്. പഴയ നിയമത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഒരു 3 സ്റ്റേജുകളായിട്ട് ഈ വെളിപ്പെടുത്തൽ വരുന്ന നമുക്ക് ശ്രദ്ധിക്കാനോ സാധിക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യത്തെ സ്റ്റേജ് വരുന്നൊരു ഭാഗമാണ് ഇപ്പം നമ്മൾ പരാമർശിച്ചതായ 1 സാമുവേൽ 15-16 കാണുന്ന വചനഭാഗങ്ങൾ. അവിടെ ദൈവം അയച്ച ദുരാത്മാവ് എന്നുള്ള പരാമർശനം. അന്ന് അവർ വിചാരിച്ചിരുന്നത് പിശാചിനെ അയക്കുന്നതും ദൈവം തന്നെയാണ്. ദൈവവും പിശാചും എല്ലാം ഒറ്റക്കെട്ടാണ്, ഒരു ടീമാണ്. അങ്ങനെ അവർ ചിന്തിച്ചിരുന്നു. അടുത്തൊരു സ്റ്റേജ് വരുമ്പോൾ യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ദൈവത്തിൻ്റെ സദസ്സിലൊരാളായിട്ട് സാത്താൻ കയറി ചെല്ലുന്നതായിട്ട്. പക്ഷെ ദൈവത്തോട് അത്ര ചേർന്നല്ല. യോബിനെപ്പറ്റി ദൈവം നന്നായിട്ട് എൻ്റെ ദാസനാ ജോബിനെ ശ്രദ്ധിച്ചോ എന്ന് യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം സാത്താനോട് സൂചിപ്പിക്കുമ്പോൾ സാത്താൻ അത്ര സന്തോഷമല്ല. അവൻ നിന്നെ സ്തുതിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും നടക്കുന്നത് ചുമ്മാതെയാണോ? നീ അവൻ്റെ വീടിനും പറമ്പിനും ഭവനത്തിനും എല്ലാം ചുറ്റും വേലി കിട്ടി സംരക്ഷണം കൊടുത്തിരിക്കുകയല്ലേ, അതൊന്ന് പൊളിച്ചിട്ട് നോക്ക്, അപ്പോൾ അവൻ നിന്നെ ദുഷിക്കുന്നത് കാണാം എന്ന് സാത്താൻ പ്രതികരിക്കുന്നതായിട്ട് ഇവിടെ വായിക്കുകയാണ്. അപ്പോൾ അന്ന് ആ വചനഭാഗം എഴുതിയ യഹൂദ പ്രവാചകർക്ക് അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്ന ബോധ്യം ദൈവവും സാത്താനും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്, ദൈവത്തിൻ്റെ സദസ്സിൽ സാത്താൻ കയറി ചെല്ലുന്നുണ്ട്, എന്നാലും ദൈവത്തോട് അത്ര ചേർന്നല്ല സാത്താൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. തമ്പുരാൻ്റെ മനസ്സിന് വ്യത്യസ്തമായി മനുഷ്യനെ എങ്ങനെയെങ്കിലും കെണിയപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കുന്ന രീതിയൊക്കെയാണ് എന്നൊരു ആശയം വ്യക്തത അന്ന് വെളിപാടിൽ വരുന്നുണ്ട്. പിന്നീട് നമ്മൾ പഴയ നിയമത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ സക്കറിയയുടെ പുസ്തകം, നമുക്കറിയാം പഴയ നിയമത്തിൻ്റെ ഏറ്റവും അവസാന പുസ്തകങ്ങളൊന്നാണ് സക്കറിയയുടെ പുസ്തകം. അവിടെ നമ്മൾ കാണുന്ന സക്കറിയ 3-ാം അധ്യായത്തിൽ സാത്താൻ പ്രധാന പുരോഹിതനായ ജോഷയുടെ പക്കൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നു. അവിടെ ദൈവം സാത്താനെ ശാസിക്കുകയാണ്. നീ ഇറങ്ങിപ്പോ എന്നാണ് പറയുന്നത്. തമ്പുരാന് സാത്താനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നവിടെ ഏതാണ്ട് വ്യക്തമാവുകയാണ്. സാത്താൻ പ്രധാന പുരോഹിതനായ ജോഷിക്കെതിരെ കുറ്റം ആരോപിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തിനെതിരായും മനുഷ്യർക്കെതിരായും ദൈവിക വ്യക്തികൾക്കെതിരായിട്ട് നിൽക്കുന്ന സാന്നിധ്യമായിട്ട് സാത്താനെ അവിടെ കാണുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് പഴയ നിയമത്തിൽ ഇങ്ങനെ ക്രമാനുഗതമായ ഒരു വെളിപ്പെടലിൻ്റെ വളർച്ച ദൈവത്തെക്കുറിച്ച് ഉള്ളതുപോലെ തന്നെ പൈശാചിക വ്യക്തിത്വത്തെക്കുറിച്ചും കാണാൻ സാധിക്കും. അപ്പം ദൈവം അയച്ചൊരു ദുരാത്മാവ് സാവൂളിനെ പീഡിപ്പിച്ചു. സാവൂളിൻ്റെ ദാസന്മാർ പറയുന്നുണ്ട്, ദൈവം അയക്കുന്ന ഈ ദുരാത്മാവ് അങ്ങനിതാ പ്രവേശിക്കുന്നു, അങ്ങേക്ക് എവിടെയാണ് സഹായം കിട്ടുക എന്നിട്ട് ദാവീദിനെ വിളിച്ചിട്ട് വരുമ്പോൾ എന്നൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെ പഴയ നിയമത്തിൽ പൈശാചിക അരിവ് എന്ന് ആവസിക്കുന്നതായിട്ടൊരു ദുരാത്മാവിനെ പറ്റി പറയുകയാണ്. പുതിയ നിയമത്തിൽ ഒരിടത്തും പിശാച് ആരുടെങ്കിലും ആവസിക്കുന്നതായിട്ട് പരാമർശനമില്ല. എന്നാൽ ഒരിടത്ത് മാത്രമാണ് സാത്താൻ ആവസിക്കുന്നതായിട്ടാണ്. അത് ഒരിടത്തിൽ രണ്ട് സ്ഥലത്തുണ്ട്. അതൊരു വ്യക്തിയെക്കുറിച്ച് തന്നെയാണ്. യൂദാസ്കറിയത്തയിൽ സാത്താൻ പ്രവേശിക്കുന്നു. ഇപ്പം നമ്മൾ കണ്ടതായ യോഹന്നാൻ 13:27, അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പോസ്തലന്മാരിൽ ഒരുവനായ യൂദാസ്കറിയത്തയിൽ സാത്താൻ ആവസിച്ചു. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ 3-ാം തിരുവചനം, 12 പേരിൽ ഒരുവനും സ്കറിയാത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായി യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു.
അപ്പം സാത്താൻ പ്രവേശിക്കുന്നതായിട്ട് തെളിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഏക സംഭവം യൂദാസ് കറിയാത്തയായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് യൂദാസ് സാത്താൻ പ്രവേശിച്ചത്? യൂദാസ് ആരായിരുന്നു? ഈശോ തൻ്റെ 12 അപ്പസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെപ്പറ്റി മർക്കോസ് സുവിശേഷകൻ 3 നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ 13, 14, 15 വാക്യങ്ങൾ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി 12 പേരെ നിയോഗിച്ചു. 12 പേരെ, തനിക്ക് ഇഷ്ടമുള്ളവരെ, തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവരെ വിളിച്ചു കൂട്ടത്തിൽ കൂട്ടുകയാണ്. എന്തിനു വേണ്ടി? പ്രസംഗിക്കാൻ അയക്കണം, അതിനു മുമ്പ് കൂടത്തിലിരുത്തി ഒപ്പമായിരുന്നു കൊണ്ട് പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം, പ്രസംഗിക്കാൻ അയക്കണം. അത് കഴിഞ്ഞിട്ട് അധികാരം കൊടുക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ അപ്പസ്തലന്മാർക്ക് കൊടുക്കുന്ന ആദ്യത്തെ അധികാരം തന്നെ പിശാചുക്കളുടെ മേൽ അധികാരമാണ് എന്ന് നമ്മളങ്ങനെ കാണുകയാണ്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് കടന്നു വരുമ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനത്തിൽ അവൻ ഗ്രാമപ്രദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് ഈ 2 പേരെ വിധം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. 3-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനായി 12 പേരെ വിളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. 6-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനത്തിൽ ഈ അപ്പസ്തലന്മാർക്ക് ഇതാ അധികാരം കൊടുത്തു എന്ന് വായിക്കുകയാണ്. അതിൻ്റെ ബാക്കി 13-ാം വാക്യം, അനേകം പിശാചുക്കളെ അവർ ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കുന്ന പ്രസംഗിച്ചുകൊണ്ട് അനേകം പിശാചുക്കളെ പുറത്താക്കി. ലൂക്കായുടെ സുവിശേഷത്തിലും 9-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. സകല പിശാചുക്കളുടെ മേൽ. യൂദാസിന് ഇത് മുഴുവൻ കിട്ടിയതാണ്. അങ്ങനെ സകല പിശാചുക്കളും അധികാരം കിട്ടി. പിശാചുക്കളെയൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് സമർത്ഥമായി ഫലപ്രദമായി ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് നീങ്ങി യൂദാസ് കറിയാത്ത. എന്തുകൊണ്ടാണ് അവസാനം സാത്താൻ ആവസിക്കുന്ന വ്യക്തിയായിട്ട് മാറിയത്? ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു, അന്ത്യത്താഴത്തിലുണ്ടായിരുന്നു, ഈശോയുടെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിക്കുന്നു. ആ സമയത്ത് പ്രവേശിച്ചു. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, അപ്പസ്തോലന്മാരിൽ ഒരാൾ സാത്താൻ പ്രവേശിക്കുക എന്നുള്ളത് സംഭവിച്ചു. പക്ഷെ അതിങ്ങനെ രേഖപ്പെടുത്തി വെക്കാനായിട്ട് പരിശുദ്ധാത്മാവ് സുവിശേഷം എഴുതിയ യോഹന്നാനെ അല്ലെ ലൂക്കായൊക്കെ നിർബന്ധിച്ചു. മാനുഷികമായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്ക് എഴുതാൻ ഒട്ടും ഇഷ്ടമുണ്ടാകുമായിരുന്നില്ല. കാരണം ഈശോ തിരഞ്ഞെടുത്ത് കൂടെ കൊണ്ടു നടന്ന ഒരാളുടെ മേലെ സാത്താൻ പ്രവേശിച്ചു എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ വായിക്കുന്നവർ ഈശോയെപ്പറ്റി മോശം വിചാരിക്കുകയല്ലേ എന്നൊരു ചിന്ത വേണം അവർക്ക് വരാം. പക്ഷെ മാനുഷിക ചിന്ത വെച്ചുകൊണ്ടല്ല വചനം എഴുതുന്നത്. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് എഴുതുകയാണ്. എഴുതാതിരിക്കാൻ പറ്റത്തില്ല. അന്ത്യത്താഴ വേളയിൽ ദൈവപുത്രനായ കർത്താവിൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച യൂദാസ് കറിയാത്ത കൈ നീട്ടി ഈശ്വര കയ്യിൽ നിന്ന് അപ്പം വാങ്ങി കഴിച്ചപ്പോൾ സാത്താൻ പ്രവേശിച്ചുവെന്ന് യാതൊരു മറയില്ലാതെ തെളിച്ച് ലളിതമായ വാക്കുകളിൽ വ്യക്തമായിട്ട് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലത്തെ ഒരു അപകടം അന്ന് സംഭവിച്ചു. അത് നമുക്കെല്ലാവർക്കും വേണ്ടി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് യൂദാസിൽ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ അതേപ്പറ്റിയും ഈ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവ് സൂചന തരുന്നുണ്ട്. ഈശോ അപ്പസ്തലന്മാരുടെ പാദങ്ങൾ കഴുകുന്ന സംഭവമാണല്ലോ യോഹന്നാൻ 13-ന്റെ ആദ്യ ഭാഗത്ത് കാണുക. അങ്ങനെ പാദം കഴുകി വരുമ്പോൾ പത്രോസിൻ്റെ പാദത്തിൽ എത്തുമ്പോൾ 8-ാം വാക്യം, പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ല, നിനക്ക് എന്നോടൊരു പങ്കില്ല. ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇങ്ങനെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. ഈശോ പ്രതിപദിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയുള്ളവനായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്. ഈശോ അപ്പസ്തലന്മാരെ പറ്റി പറയുകയാണ്, നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരും അല്ല. എന്നാൽ എല്ലാവരും അല്ല. വലിയ നൊമ്പരത്തോടെ ഈശോ പറയുകയാണ്. ആരെക്കുറിച്ചാണ്? യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്, തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. യൂദാസ് കറിയാത്ത ശുദ്ധിയുള്ള വ്യക്തി ആയിരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ തൊട്ടുപുറകിൽ 12-ാമത്തെ അധ്യായത്തിൽ യൂദാസ് കറിയാത്തെപ്പറ്റി കൂട്ടുകാരനായ സഹ അപ്പസ്തോലനായ യോഹന്നാൻ തെളിച്ച് എഴുതുന്നുണ്ട്. ബേഥനിയായിൽ പെസഹായിക്ക്
6 ദിവസം മുമ്പ് ഈശോ ലാസറിൻ്റെ ഭവനത്തിൽ വരുമ്പോൾ മറിയം ഈശോയുടെ പക്കൽ ഇളമയോടെ വന്ന് പാദങ്ങൾ കഴുകി സുഗന്ധനും പൂശുന്ന സംഭവം അത് കാണുന്ന യൂദാസ്കറിയാത്ത പിറുപിറുക്കുന്നു. യോഹന്നാൻ 12:4 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ശിഷ്യന്മാരിൽ ഒരുവനും ഒറ്റക്കൊടുക്കാതിരുന്നവനായ യൂദാസ്കറിയാത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറാക്കി വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നു കൊണ്ടല്ല, പ്രത്യുത അവനൊരു കള്ളനായിരുന്നു കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നു കൊണ്ടുമാണ്. കൂട്ടുകാരനായ യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ സുഹൃത്തായ യൂദാസിനെക്കുറിച്ച് തെളിച്ചെഴുതിയിരിക്കണം, അവന് കള്ളനായിരുന്നു. പാപത്തെ ചേർത്ത് പിടിച്ച് പാപം നിറഞ്ഞ ഉള്ളവുമായി നീങ്ങുന്ന യൂദാസ്കറിയാത്ത സകല പിശാചുക്കളുടെ മേൽ അധികാരം ഈശോയിൽ നിന്നും വാങ്ങി ലഭിച്ചു, കൃപയായിട്ട് സ്വീകരിച്ചു, ദാനമായിട്ട് സ്വീകരിച്ചു. ആ അധികാരവുമായിട്ട് അനേക പിശാചുക്കളെ പുറത്താക്കി ശുശ്രൂഷ ചെയ്ത് 2-3 വർഷക്കാലം. എന്നിട്ടും തൻ്റെ ഉള്ളിൽ പാപം കടന്നു കയറാൻ യൂദാസ്കറിയാത്ത അനുവദിച്ചുകൊണ്ട് ഒപ്പം നീങ്ങുകയാണ്. അങ്ങനെ നീങ്ങി വിശുദ്ധമായ കാര്യങ്ങൾ ഏർപ്പെട്ടപ്പോൾ യൂദാസിലേക്ക് വലിയ ബന്ധനം കടന്നു കയറുകയാണ്. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചു, ഒരു സഹോദരൻ ഗൾഫ് രാജ്യത്ത് ശുശ്രൂഷകളൊക്കെ നേതൃത്വം കൊടുക്കുന്നു, പക്ഷേ കുമ്പസാരമില്ല. പാപങ്ങളില്ലാത്തവരാരുമില്ല. നമുക്കറിയാം സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാം ബലഹീനരാണ്. നീതിമാൻ പോലും ദിവസം 7 പ്രാവശ്യം പാപത്തിൽ വീഴുന്നുവെന്ന് വചനം പറയുന്നു. അങ്ങനെയുള്ള നമുക്ക് തമ്പുരാൻ നൽകിയിരിക്കുന്ന വേദിയാണ് കുമ്പസാരം, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിടുതൽ പ്രാപിക്കാനായിട്ട്. അതിന് ഉള്ള അവസരം കണ്ടെത്താതെയും അതിന് തയ്യാറാകാതെയും പാപത്തിൽ നീങ്ങുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധമായ സാഹചര്യങ്ങൾ പോലും വലിയ അപകടത്തിൻ്റെതായിട്ട് മാറുകയാണ് തീരുക. നമുക്കൊരു നിമിഷം നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഉള്ളങ്ങളെ തുറന്ന് ചേർക്കാം. മുട്ടുകുത്താൻ സാധിക്കുന്നവർ മുട്ടുകുത്ത് നിൽക്കുക, എണീറ്റ് നിൽക്കാൻ പറ്റുന്നവർ അങ്ങനെ ഹൃദയം ഈശ്വര പക്കലേക്ക് ഉയരട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ലോകത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുക്കാൻ വേണ്ടി വന്നു. കാരണം പാവം പിശാചിൻ്റെ പ്രവൃത്തിയാണ്. പാവമുള്ളിടത്ത് പിശാചുക്കൾ വിട്ടു പോവില്ല. സക്കറിയ കാണിച്ചു കൊടുത്തു. പ്രധാന പുരോഹിതൻ ജോഷുവായെ കുറ്റമാരോപിച്ചുകൊണ്ട് സാത്താൻ നിൽക്കുന്നു. 2 പ്രാവശ്യം ദൈവം ശാസിച്ചിട്ട് സാത്താൻ വിട്ടുപോകുന്നില്ല. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പൈശാചികമായ സാന്നിധ്യങ്ങളും കെണികളും ബന്ധനങ്ങളും അടിമത്തങ്ങളും വിട്ടുപോകാതെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ദൈവമേ, ഞങ്ങൾ പാപങ്ങളെപ്പറ്റി വേണ്ടതുപോലെ അനുദപിക്കാനോ അത് ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടായിരിക്കാം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് പാവബോധവും പശ്ചാത്താപവും നൽകണമേ. കർത്താവായ ഈശോയെ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഈ എളിയ ദാസന് അങ്ങ് കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പലാരൂപതയുടെ വാഗമൺ മൗണ്ടിനുമ്പോൾ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും കർത്താവെ, നിൻ്റെ വചനത്തിനായിട്ടുള്ളു തുറന്ന് ഇപ്പോൾ എളിമയോടും തുറവയോടും ശിശുഭാവത്തോടും കൂടെ നിൻ്റെ സ്പർശനത്തിനായിട്ട് കാത്തായിരിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ കരമുയർത്തി ഈ ദാസൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്ക് പാപബോധവും പശ്ചാത്താപവും നൽകണമേ. പാപത്തിൻ്റെ നിസാരമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് മോചനം ഭാവിക്കാനുള്ള അഭിഷേകം കൊടുക്കണമേ. അതുവഴിയായിട്ട് ദൈവരാജ്യ ശുശ്രൂഷയിലൂടെ സകല നരകരാജ്യവും ഈ മക്കൾ വിട്ടുപോകാനായിട്ട് ഇവർ ദൈവരാജ്യത്തിൽ ആഴപ്പെടാനായിട്ട് ഇട വരികയും ചെയ്യട്ടെ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.